സോഷ്യൽ മീഡിയക്കകത്ത് എഴുത്ത് മാത്രമേ സത്യത്തിലുള്ളൂ. കക്കൂസിൽ എഴുതിക്കൊണ്ടിരുന്നവർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ കാണൂ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കക്കൂസ്. ഡാൻസ് പഠിക്കുന്ന പുരുഷന്മാരിൽ 80% ട്രാൻസ്ലേഷൻ. പ്രമുഖരായ മനുഷ്യരുണ്ട്, കലാകാരന്മാർ രഹസ്യമായിട്ട് എൻ്റെ മുന്നേ വന്ന് വേഷമൊക്കെ കെട്ടി നിന്നിട്ടുണ്ട്. ഇവിടുത്തെ കലോത്സവം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്ന മുഴുവൻ, അല്ലെങ്കിൽ പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്ന ഇത് മുഴുവൻ ട്രാൻസ്ജെൻഡർ. ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരിലൊരു വലിയ വിഭാഗം ട്രാൻസ്ജെൻഡേഴ്സ്. ട്രാൻസ്ജെൻഡർ ഉടുപ്പങ്ങ് ഊരുക, ഒറിജിനലാ സാറേന്ന് ബ്രസ്റ്റ് കാണിച്ചിട്ട് ഇത് ഒറിജിനലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്തമിട്ട് പോയി. നമ്മളിങ്ങനെ അത്ഭുതകരമായി ഇരുന്നു പോയി. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേഷം ഇട്ട് നിൽക്കാനായിട്ട് ഏക സ്ഥലം കേരളത്തിലുണ്ടായിരുന്നത് കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ്. കേരളത്തിൽ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് സാരി എടുത്ത് നടക്കുന്നുണ്ട്. അവർ വിസിബിളായിട്ട് സംസാരിക്കുന്നവരായി മാറിയില്ലേ. ഒരാൾ ആണായാലും ഒരാൾ പെണ്ണായാലും ലോകത്താരെങ്കിലും ഈ ആറ്റം ബോംബ് ഇടാൻ നടക്കുന്നവരെക്കാളും മോശമാണ്. ലോകത്ത് ഈ സൈനായ മനുഷ്യരെ കൊല്ലുന്നതും ദ്രോഹിക്കുന്നതും പോലെ ലോകത്താരും. യഥാർത്ഥത്തിൽ പരദ്രോഹികളായവരാണ് ഈ സാനിറ്റി ഉള്ളവരും നോർമൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പെണ്ണായ ഒരു ട്രാൻസ്ജെൻഡറിനെയൊക്കെ കാണുന്നതൊക്കെ അന്ന്. ഇപ്പം ശീതളൊക്കെ ഒരുപാടും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ അവർ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരായിട്ട് മാറി. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചവരുണ്ടായില്ലേ. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കണം. വിസിബിളായി അവർ മാറുകയും ഒരു നിൽക്കുന്ന അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടുത്തെ മെട്രോയിൽ വരെ ജോലി കിട്ടുന്നവരായിട്ട് ആൾക്കാർ മാറുന്നത്. ഇങ്ങനെ എന്നെ കാണിച്ചു തന്നിട്ട് അകത്തെ മുറിയിലോട്ടുണ്ട് ഞാനൊരു മലയാളിയായ സാറേന്ന്, തൃശ്ശൂർകാരിയാണ്. ഇപ്പം വലിയൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ എന്നെക്കാളും വലുതാ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അവരും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പുരുഷന്മാരെ നമ്മൾ മുന്നേ നിർത്തി അവരെ പരിഹരിക്കണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരും. നമ്മൾ തലപൊട്ടി പോയി. യഥാർത്ഥത്തിൽ പെണ്ണായി മാറണമെന്നും യഥാർത്ഥത്തിൽ ആണായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ അതൊരു ചെറിയ കമ്മ്യൂണിറ്റി, എല്ലാവരും അല്ല, ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് അവർ. അപ്പോൾ അവർ ഫീമെയിൽ ടു മെയിൽ എന്ന്, മെയിൽ ടു ഫീമെയിൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് എഴുതുന്നതിനകത്ത് LGBTQ എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലസ് ഇടുന്നത്. അതുകൊണ്ടാണ് ആരും ഇതിനകത്തേക്ക് അതൊക്കെ നോക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാതെ എന്തോ അങ്ങ് ഈ പരസ്പരം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പെണ്ണത്തം കൊണ്ട് സഹിക്കത്തില്ല നമ്മൾ. അവർ പാഷനേറ്റായിട്ടാണ് ആ ആളുകൾ ഇരിക്കുന്നത്. അവരെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാതെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ മേടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്ന് ചോദിക്കുന്നത് അതേ ചോദ്യമാണ്. അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ നമുക്കൊരു വിഷമമില്ലാതെ ഈ മനുഷ്യരെ മുഴുവൻ മനസ്സിലാക്കാൻ നോക്കും. ഞാൻ നോർമലാണെന്ന് ഒരുത്തം പറയുന്നുണ്ടോ പേടിച്ചോണം. വൈവിധ്യമാണ് പ്രപഞ്ചത്തിനകത്ത്. ഇപ്പം ഉള്ള ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഞാനുണ്ടെന്ന് തന്നെ അറിഞ്ഞുകൂടാത്തവരാണ് അവർ. ഇത്രത്തോളം അവർ സ്വന്തമായി കാലും അവരുടെ വാക്കുകളും എല്ലാം പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുക ചെയ്യാറുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ആൻഡ് ക്യൂർ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അക്കാലത്ത് കുറച്ചുകൂടി 90കളിലൊന്നും ലീഗൽ പ്രൊട്ടക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നീടാണ് ചർച്ചകൾ സജീവമാകുന്നതും ഈ ലീഗൽ പ്രൊട്ടക്ഷനിലോട്ടൊക്കെ കാര്യങ്ങൾ കടക്കുന്നതും. പക്ഷേ ഈ പറഞ്ഞ പ്രൊട്ടക്ഷനൊക്കെ എലീറ്റായിട്ടുള്ള ഒരു കൂട്ടം ആളുകളിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിലല്ല, പക്ഷെ മറ്റ് നമ്മളത് കാണുന്നത് മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾ ഈ എയ്ഡ്സ് പ്രിവെൻഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആണ് ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയും പരിചയപ്പെടുത്തിയൊക്കെ തരുന്നത്. റോഡിൽ അവർ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് അവർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഇതുപോലെ സ്റ്റേറ്റ് വൈഡായിട്ടുള്ള ആദ്യത്തെ സമ്മേളനം നടത്തുന്നത് തിരുവനന്തപുരത്താണ്. അത് നടത്തിയത് അവിടുത്തെ മ്യൂസിയത്തിനകത്തൊരു ഹോളുണ്ട്, അതിനകത്തായിരുന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിനെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള ആൾ, നമ്മൾ അതിനകത്തെ വരികൾ എഴുതുന്നതും എടുക്കുന്നതെല്ലാം ജയശ്രീ ഞാനും തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കവിതയൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വരികളും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അവർ കടന്നു വരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. കാരണം ഈ ഏഷ്യാനെറ്റിനകത്ത് ഒരു കപ്പിൾ വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കപ്പിൾ വന്നു. നന്ദു എന്നും ഷീല എന്ന പേരുള്ള. അപ്പോൾ അവർ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട്
അവർ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇനി ആത്മഹത്യ ചെയ്യേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് പറയാനായിട്ട് വന്നതാണ്. പക്ഷേ അത് അന്നവർക്കതങ്ങനെ എയർ ചെയ്യാനായിട്ടൊന്നും പറ്റുന്ന ഒരു കാലമല്ല. അപ്പോൾ അവിടെ ഇരുന്നവർ ആലോചിച്ച് ഇവരിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഏഷ്യാനെറ്റിനകത്തുള്ള എനിക്കൊന്ന് നീളം തന്നെയാണെന്ന് തോന്നുന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ 2 പെൺകുട്ടികൾ ഇരിപ്പുണ്ട്, അവരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അവരിങ്ങനെയാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ, എൻ്റെ വീട്ടിലോട്ട് വിട്ടേ, ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ 2 പെൺകുട്ടികൾ വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയതും. അപ്പോൾ നമുക്ക് ലെസ്ബിയൻ ഉണ്ടെന്നും ഗേ ഉണ്ടെന്നും അറിയാം. 2 വാക്കേ അന്ന് അറിയാം. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള വാക്ക് അറിഞ്ഞോളാം. നിങ്ങളങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം ഞാൻ കനിക്ക് എഴുതുന്ന കത്തിനകത്ത് 2 ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ സങ്കരവർഗം എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചതെന്ന്. കാരണം എനിക്ക് അറിഞ്ഞൂടായിരുന്നു ട്രാൻസ്ജെൻഡർ എന്നുള്ള ആ വാക്കറിയില്ല. അപ്പോൾ ആരായാലും അവൾക്ക് വിവാഹം കഴിക്കാം എന്ന് ഞാൻ അവൾക്ക് എഴുതുന്ന കത്തിനകത്തും ഞാൻ ഇത് അറിയുന്നില്ല, ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്കറിയാവുന്ന കേട്ടിട്ടുള്ളത് ഗേ എന്നും ലെസ്ബിയൻ എന്ന് പറയുന്ന 2 വാക്കുകൾ. അപ്പോൾ 2 പെൺകുട്ടികളെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ അത് ലെസ്ബിയൻ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഒരാൾ ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ നമുക്കന്ന് അവരെ സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ലോകം മുഴുവനും ഞാൻ ഉള്ള ആൾക്കാരോട് ചോദിച്ച് ഇങ്ങനെ ഇവർക്ക് ഒരു തുടരാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ലെസ്ബിയൻ കപ്പിൾസിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ലെസ്ബിയനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മളത് എടുത്ത്, അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള അറിഞ്ഞും കൂടെ നമുക്കത് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ലെസ്ബിയൻ കപ്പിള്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇവർ, അപ്പോൾ അവർ അതിനകത്ത് പുരുഷനായിരിക്കുന്ന വശമായിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടിരിക്കുന്ന അവർ ഭയങ്കര വോക്കലായിട്ട് മിണ്ടും, സ്റ്റേജിലൊക്കെ കയറി മിണ്ടാനായിട്ട് തയ്യാറായേ. അപ്പോൾ വീണ്ടും നമ്മൾ അവർ 2 പേരുടെയും കൂടെ പടമൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനും ഈ പ്രൊമോഷൻ എന്നുള്ള നിലവാരത്തിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തതാണ്. 100 പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, CD ഒക്കെ ഉണ്ടാക്കി. ഇന്ത്യ മുഴുവനും നമ്മുടെ പോസ്റ്റർ, കേരളത്തിലെ പോസ്റ്റർ എല്ലായിടവും നമ്മളിത് ചെയ്ത്, അത് ഈ സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യം, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം, HIV പോസിറ്റീവായ ആൾക്കാരുടെ കാര്യം, ഇതെല്ലാം നമ്മൾ ഈ പോസ്റ്ററിനകത്തൂടെ ശരിക്കും വളരെ വിഷ്വലായിട്ട് നമ്മളന്ന്, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, അത് കാരണം കൊണ്ട് ഈ CD ആയിരുന്നു ഉണ്ടാക്കിയത്. അന്ന് CD അന്ന് 100 രൂപയ്ക്ക് വിൽക്കുമായിരുന്നു. അത്രയും പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 60-70 പോസ്റ്റർ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള. അത് ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള സെക്ഷൽ ഹെൽത്ത് പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റുകളിലെ എല്ലായിടത്തും ആൾക്കാർ മേടിച്ച് അത് ഒട്ടിക്കുമായിരുന്നു. കാരണം അത്രയും വിഷ്വലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ വരികളിലെല്ലാം ഞാൻ തന്നെ മെനക്കെട്ടിരുന്ന് എഴുതുന്നതായിരുന്നു. പോസ്റ്റർ ഉണ്ടാക്കുന്ന എൻ്റെ കൂട്ടുകാരൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ. അപ്പോൾ ആ ഫോട്ടോഷോപ്പൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് പടങ്ങളെല്ലാം വെച്ചിട്ട് ഈ പോസ്റ്റർ ഉണ്ടാക്കുന്നത് വിഷ്വലി വളരെ ബ്യൂട്ടിഫുള്ളായ പോസ്റ്റേഴ്സായിരുന്നു. ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ ഇവർ വന്നതോടെ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ മാത്രമല്ല, ഇവർ ലെസ്ബിയൻ എന്ന് പറയുന്ന തരത്തിലാണ് ഞാൻ. പിന്നീടാണ് ഇവൻ ട്രാൻസ്ജെൻഡറാണ്, അവനെ വീണ്ടും പെണ്ണാക്കാൻ ഞാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനമൊക്കെ ഞാൻ അനുഭവിക്കാൻ ബാധ്യത വന്ന്. നമ്മൾ അന്നത്തെ നമ്മുടെ അറിവിനകത്ത് നിന്ന് ചെയ്യുന്ന, അവരെ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ പെണ്ണുങ്ങളെ എന്നിട്ട് അത് പ്രോജക്റ്റിനകത്തു നിന്നൊക്കെ നമ്മൾ പണം തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണമൊക്കെ എന്തൊരു നമ്മൾ വിഷമിച്ചു പോകും. നമ്മളിതിനകത്തുനിന്ന് ഓരോ രൂപയും എടുത്തിട്ട് ഈ തരത്തിലുള്ള ആക്ടിവിറ്റികൾക്കും മാത്രമാണ് ഈ പണി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഹെഡിൽ കിടക്കുന്ന പണം നമ്മൾ എങ്ങനെങ്കിലും എടുത്തിട്ട് വേണം ഇതുപോലുള്ള ആക്ടിവിറ്റി. അല്ലാതെ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സെക്സ് ചേഞ്ചിന് വേണ്ടിയുള്ളൊരു ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോഴെല്ലാം നമ്മൾ ഇതിൽ സപ്പോർട്ട് കൊടുക്കണ്ടേ? ഇതിനൊക്കെ പണം കണ്ടെത്തുന്നത് ഈ എയ്ഡ്സ് പ്രിവെൻഷന് വന്നിരിക്കുന്ന പ്രോജക്റ്റിനകത്ത് ടെക്നിക്കലി ഒരു ഓർഗനൈസേഷൻ എടുക്കാൻ പറ്റുന്ന പണങ്ങളുണ്ട്. അത് സംഘടിപ്പിച്ചെടുത്താണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂടെ ആണെങ്കിൽ ഒരു
എയ്ഡ്സ് പേഷ്യൻ്റ് 2 വർഷം ജീവിച്ചിട്ടുണ്ട്. ആരും നോക്കാനില്ലാത്ത കാലമാണ്. അയാൾ പേഷ്യൻ്റാണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളവർ മുഴുവൻ ഉപേക്ഷിക്കുന്ന കാലമാണ്. അങ്ങനെ അറിയിക്കാതാണ് നമ്മളതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ എത്രയാ പണം ചിലവ് വരുമെന്നറിയാം. എല്ലാ ആഴ്ചയിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കണം. ഇതൊന്നും അറിയാതാണ് ആളുകൾ എന്നെയൊക്കെ ഇങ്ങനെ വിമർശിക്കും. നമ്മളിങ്ങനെ പ്രോജക്റ്റിനകത്തു നിന്ന് അന്യരാജ്യത്തു നിന്ന് കോടികൾ വരുത്തി ജീവിച്ചു എന്നൊക്കെ പറയുന്ന, ഞാനൊക്കെ ആലോചിക്കുക, നമ്മൾ ജീവിതം കൊണ്ട് ചെയ്ത കാര്യങ്ങളിനെ ഒരു വിലയില്ലാതെ ആളുകൾ ഇങ്ങനെ വിമർശിക്കുക. അത് പരിചയമുള്ളവരും കൂടെ നിന്നവർ വരെ അങ്ങനെ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തി കളയും. ഇതെങ്ങനെ അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നെന്നുള്ളത് ആലോചിച്ചു. അതാണ് ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അന്ന് ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഇഷ്യൂവിനേക്കാളും പ്രശ്നമാണ്. അത്രയും വലിയ സ്റ്റിഗ്മയാണ് ഈ സെക്സ്, മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ എന്നൊക്കെ പറഞ്ഞുള്ള വരിയൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ നോക്കുമ്പോൾ ഇവരിഷ്ടം പോലെ ആളുകളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻസ് പഠിക്കുന്ന പുരുഷന്മാരിൽ 80% ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കും. അപ്പോൾ അന്ന് നമ്മൾ ഈ ആളുകളൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടി മറ്റേ സെക്സ് വർക്കേഴ്സിനെ നമ്മൾ പോയി ജയിലിൽ കാണുകയും കോടതിയിൽ ചെന്ന് കാണുകയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മനസ്സിലായി, ഇവിടുത്തെ കലോത്സവം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്ന മുഴുവൻ, അല്ലെങ്കിൽ പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്ന ഇത് മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സ്. ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരിലൊരു വലിയ വിഭാഗം ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കും. അതൊക്കെ പിന്നീടാണ് ഞാൻ കാണുന്നത്. അവരത് പറയാൻ പറ്റാതിരിക്കുന്ന കാരണം കൊണ്ട് അവർ വേറെ തരത്തിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ആളുകളുമായിട്ട് ബന്ധമുണ്ടാക്കിയതിന് ശേഷം ഇവിടുത്തെ അറിയപ്പെടുന്ന, എനിക്ക് തന്നെ അറിയുന്ന പ്രമുഖരായ മനുഷ്യരുണ്ട്, കലാകാരന്മാർ, രഹസ്യമായിട്ട് എൻ്റെ മുന്നേ വന്ന് വേഷമൊക്കെ കെട്ടി നിന്നിട്ടുണ്ട്. ഞാൻ മാത്രമേ, എനിക്ക് ക്യാമറയൊക്കെ ഉണ്ട്, ഞാൻ പടം എടുത്ത് അവർക്ക് കൊടുക്കും. അത് ഭയങ്കര ഒരു പാടാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. പോകുന്നിടത്ത് അവർ ഇത് ആരാന്നറിയാതെ വേണമല്ലോ ഇതൊക്കെ ചെയ്യും. നല്ല രസമാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ വേഷം ഇടാനായിട്ട് ഞാൻ ആകെ അന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേഷം ഇട്ട് നിൽക്കാനായിട്ട് ഏക സ്ഥലം കേരളത്തിലുണ്ടായിരുന്നത് കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വിളക്കെടുക്കാൻ വരുന്നത് മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കും. പുരുഷന്മാർ വേഷം കെട്ടി നിൽക്കുന്നതാണ് അന്നത്തെ സങ്കല്പം. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നോക്കിയാൽ മതി, കേരളത്തിൽ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് സാരി എടുത്ത് നടക്കുന്നുണ്ട്. അവർ വിസിബിളായിട്ട് സംസാരിക്കുന്നവരായി മാറിയില്ലേ. ഇന്നിപ്പോൾ ശീതളൊക്കെ ഒരുപാടും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ അവർ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചവരുണ്ടായില്ലേ. ഇതൊക്കെ നമ്മളിങ്ങനെ ആക്കണം. വിസിബിളായി അവർ മാറുകയും നിൽക്കുന്ന, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടുത്തെ മെട്രോയിൽ വരെ ജോലി കിട്ടുന്നവരായിട്ട് ആൾക്കാർ മാറുന്നത്. അപ്പോൾ ആദ്യ സമയത്തൊക്കെ നമുക്കിത് മറ്റേ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ. ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതത്തിനകത്ത് ഇടപെടാൻ തുടങ്ങിയ സമയത്ത് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഓർഗനൈസേഷനായിരുന്നു ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവിടെ സംഗമം എന്നാണ് അതിൻ്റെ പേര്. അവരാദ്യമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ പുറത്തുനിന്ന് പണം വരുത്തുന്ന ഇതില്ല, ഗവൺമെൻറ് സാങ്ഷനില്ല. അത് നമുക്കുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ കാണാൻ വന്നു. ഇങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്യുന്ന അറിയപ്പെടാൻ തുടങ്ങിയോടെ. അപ്പോൾ അവിടുന്ന് വന്ന ഒരു ട്രാൻസ്ജെൻഡറാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ സെക്സ് ഹോർമോൺസൊക്കെ ഉപയോഗിച്ച് ആണ് പെണ്ണായ ഒരു ആളാണ്. ഫാമിലിയ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പെണ്ണായ ഒരു ട്രാൻസ്ജെൻഡറിനെയൊക്കെ കാണുന്നതൊക്കെ. അന്ന് ഭയങ്കര എൻ്റെ വീട്ടിലിങ്ങനെ അവരിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അടുത്ത്, നേരത്തെ സെക്സ് വർക്കേഴ്സിനെ കണ്ടു എന്ന് പറയുന്ന പോലെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി. ഇവരുടെ ഓർഗനൈസ് അവിടെ ചെന്നപ്പോഴത്തേനും 100 കണക്കിന് ആൾക്കാരുണ്ട്. കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് പകുതിയോളം മലയാളികളാണ്. അന്ന് കേരളത്തിനകത്ത് ട്രാൻസ്ജെൻഡറായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. അത്ര ഹോസ്റ്റൈലായ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മുടെ.
അതുകൊണ്ട് ഇവർ മുഴുവൻ പേരും തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമാണ് ഈ കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് ജീവിച്ചിരുന്നത്. അവിടെ പോയി അവിടെ ഈ പണ്ടേ തൊട്ട് ഉള്ള ഹിജഡ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ജീവിക്കാൻ പറ്റാതെ ഇരിക്കുന്നവർ ഈ നഗരങ്ങളിൽ നടക്കുന്ന മുഴുവനും ശരിക്കും പറഞ്ഞാൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ. ഈ ഹിജഡ കമ്മ്യൂണിറ്റിയിലുള്ള അപ്പം അവരെ കണ്ടിട്ട് അവരോട് ഈ സെക്ഷൽ ഹെൽത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഇവരെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ അവരുമായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ ഗുരു എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡറിനെ അവർ ഹിജഡ ഗുരു. അപ്പോൾ അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ പോയി ഇങ്ങനെ കണ്ട് സംസാരിച്ച്, ഇപ്പോൾ ഇംഗ്ലീഷിലും അവർക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അതുകൊണ്ട് കന്നഡ അറിയാവുന്ന ഒരാളോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്തെ അവർ പറഞ്ഞ് ഇങ്ങനെ എന്നെ കാണിച്ചു തന്നിട്ട് അകത്തെ മുറിയിലോട്ട് കൊണ്ടുവരും. ഞാനൊരു മലയാളിയായ സാറേന്ന്, തൃശ്ശൂർകാരിയാണെന്ന്. ഞാൻ ഷോക്കടിച്ച് നിന്ന്. ഞാനതുവരെ പാടുപെട്ട് ഇംഗ്ലീഷിലും കന്നഡയിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറയാൻ പറ്റത്തില്ല. അവരെന്നെ രഹസ്യമായിട്ട് വിളിച്ച് അകത്ത് കൊണ്ടുപോയിട്ടാണ് പറയുന്നത്. അവരുടെ ജീവചരിത്രമൊക്കെ പിന്നീട് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പേരൊക്കെ മറന്നത് എന്താണ്, ജെറിനെന്നോ അങ്ങനെ കണ്ടായിരുന്നു പേര്. അപ്പോൾ അവർ ശരിക്കും ഹിജഡ ഗുരുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കമ്മ്യൂണിറ്റികളും കാര്യങ്ങളും അവിടെ ചെന്നപ്പോഴാണ് ഇത്രയധികം. ഈ മലയാളികളായിരിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് കേരളത്തിൽ ജീവിക്കാനേ പറ്റത്തില്ല. മറ്റുള്ളിടത്തൊക്കെ ഒന്നുമില്ലെങ്കിൽ ട്രഡീഷൻ പറഞ്ഞിട്ടെങ്കിലും അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. അങ്ങനെയാണ് ബാംഗ്ലൂർ വലിയ ഓർഗനൈസേഷനായിരുന്നു ഈ സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവർ സംഗമം എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റായി എൻ്റെ ഒരു വർക്കിൻ്റെ, എൻ്റെ ഓർഗനൈസേഷൻ്റെ വർക്കിൻ്റെ പ്രോജക്റ്റായിട്ട് അതിനെ ഡിക്ലെയർ ചെയ്തിട്ട് അവർക്ക് ഫണ്ട് കിട്ടും. ആ ഫണ്ട് നമ്മളെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രോജക്റ്റിനകത്ത് വേറെ പ്രോജക്റ്റിലേക്ക് കൊടുക്കാൻ അവകാശമില്ല, വേറെ ഓർഗനൈസേഷൻ കൊടുത്തുകൂടാ ഈ പുറത്തുനിന്ന് പണം വരുമ്പോൾ. അപ്പോൾ പുറത്തുനിന്നാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്കൊക്കെ അന്ന് സ്വീഡനിലൊക്കെ ഉള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് ഇതിനൊക്കെ വലിയ ഒരു സപ്പോർട്ട് കിട്ടുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ അവിടെ ഹ്യൂവോസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. അവരായിരുന്നു അതിന് മറ്റേ DFID തരുന്നെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ആ പണമൊക്കെ നമുക്ക് കേരളത്തിൽ കിട്ടാൻ പാടാണ്. കേരളത്തിനകത്ത് നമ്മൾ ഈ എല്ലാ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്താൽ, ദാരിദ്ര്യത്തിൻ്റെ കാര്യം എടുത്താൽ, ഇതൊക്കെ മുഴുവനും നമ്മൾ മുന്നിലാണ്. അതുകൊണ്ട് പ്രോജക്റ്റ് കേരളത്തിൽ കിട്ടത്തില്ല. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കന്നഡയിലും എല്ലാം പ്രോജക്റ്റുകൾ കിട്ടും. അപ്പോൾ അവരുമായിട്ട് അസോഷ്യേറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ അത്തരത്തിലുള്ള വർക്കുകളെല്ലാം ചെയ്തത്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇത് മുഴുവനും ഉണ്ടാക്കി ആ സമയത്ത് നമ്മുടെ ഈ പോസ്റ്റർ ഭയങ്കര ഒരു ഇതായിരുന്നു. ആ പോസ്റ്ററുകൾ അത് വലിയതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. ഇന്ത്യയിൽ തന്നെ നമ്മൾ ഈ ക്രിമിനലൈസ് ചെയ്യുന്ന കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരായിട്ടുള്ള കേസ് കൊടുക്കുക എന്ന് പറയുന്നത് അന്ന് ഇന്ദിരാ ജയസിംഗിൻ്റെയും ആനന്ദ് ഗ്രോവറും അവർ രണ്ടുപേരും കൂടെ ഉള്ള അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അയാൾ പിന്നെ തന്നെത്താൻ വേറെ മാറിയ കോളിൻസ് എന്ന് വിളിക്കുന്ന ഒരാൾ. അയാൾ ശരിക്കും പറഞ്ഞാൽ തലശ്ശേരിക്കാരനല്ല, തങ്കശ്ശേരി, കൊല്ലത്ത്. അവിടുന്ന് പോയാണ് അയാൾ ഇതുപോലെ രഹസ്യമായിട്ട് മലയാളത്തിൽ പറയും, ബാക്കി അല്ലെങ്കിൽ മുഴുവൻ ഇംഗ്ലീഷ് പറയുന്നതാണ്. കോളിൻ ഗൊൺസാൽവസ്. അയാളുടെ ആഭിമുഖ്യത്തിലായിരുന്നു കേസൊക്കെ ഹൈക്കോടതിയിൽ, അവിടെ ഡൽഹി ഹൈക്കോടതി കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് വാദിക്കുക, ഇത് ക്രിമിനലൈസ് ചെയ്യുന്നത് മാറ്റണമെന്നുള്ള ഇതായിരുന്നു. അതിൻ്റെ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യാവകാശപരമായിട്ടുള്ള വക്കീലന്മാരെയൊക്കെ വയ്ക്കുന്ന ഈ കേരളം മുഴുവനും അതിൻ്റെ ഒരു ബ്രാഞ്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഈ തരത്തിലുള്ള ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ചെയ്യാവുന്ന എല്ലാം ഞാൻ പൊതുപ്രവർത്തനം 2005 അവസാനിപ്പിക്കുന്നുണ്ട്. അതുവരെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഏറ്റവും വലിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സംഗമയുടെ അവരുടെ പ്രോജക്റ്റ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യും. ഇവർ വിസിബിളായി മാറുന്ന ഒരു വർക്കായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യലി ആക്സെപ്റ്റബിളായിട്ട് മാറുന്ന. ഇന്ന് ഞാൻ പറഞ്ഞില്ല, സിനിമയിൽ അഭിനയിക്കുന്നവർ ഇന്നിപ്പോൾ അവർ തന്നെ ഇപ്പം ഉള്ള ഈ ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആൾക്കാർ ഞാനുണ്ടെന്ന് തന്നെ അറിഞ്ഞുകൂടാത്തവരാണ് അവരല്ലേ. അത്രത്തോളം അവർ
സ്വന്തമായി കാലും അവരുടെ വാക്കുകളും എല്ലാം പറയുന്നത്, ഇപ്പോൾ അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുക ചെയ്യാറുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്ക് ഏറ്റവും വേദനയോടെ കടന്നു പോകുന്ന ഒരു പ്രൊസീജിയർ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പ്രൊസീജിയറിലൂടെ അവർ കടന്നു പോകണം എന്നുള്ളത് അവരുടെ സ്വയം വില്ലിങ്നെസ്സിനപ്പുറം ഈ ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ, ലൈക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ പോകേണ്ട അവസ്ഥകളുണ്ടായി. അല്ല, ട്രാൻസ്ജെൻഡർ ആകുന്നതുകൊണ്ടല്ല. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടിരിക്കുന്നവർ അവർക്ക് ക്രോസ് ഡ്രസ് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും അവരുടെ പ്രധാന ആഗ്രഹം. എന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണാണ് പക്ഷേ ആണിൻ്റെ ശരീരത്തിലാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കുന്നതും, ഞാൻ ആണാണ് ഞാൻ പെണ്ണിൻ്റെ ശരീരത്തിലാണ് ജീവിക്കുന്നത്, അതിനെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡറായിട്ട് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള വേഷമൊക്കെ ധരിക്കാനുള്ള കൊതി മാത്രമേ വേണം. മറ്റേതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ പെണ്ണായി മാറണമെന്നും യഥാർത്ഥത്തിൽ ആണായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതൊരു ചെറിയ കമ്മ്യൂണിറ്റി, എല്ലാവരും അല്ല, ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് അവർ. അപ്പോൾ അവർ ഫീമെയിൽ ടു മെയിൽ എന്ന്, മെയിൽ ടു ഫീമെയിൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. അപ്പോൾ അങ്ങനെ പ്രത്യേകം അവർ അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് എഴുതുന്നതിനകത്ത് LGBTQ എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലസ് ഇടുന്നത് അതുകൊണ്ടാണ്. പലതരത്തിലുള്ള കാറ്റഗറികൾ വരും. അപ്പോൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാവരും ഇങ്ങനെ ഇതിനകത്ത് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യാനൊന്നും പോത്തുന്നില്ല. കുറച്ച് പേർക്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ സംഗമയിൽ ചെല്ലുന്ന സമയത്ത് ഒരു ട്രാൻസ്ജെൻഡർ അവർ ഷടേന്ന് അവരെന്ന് പറയുന്നത് ഉടുപ്പങ്ങ് ഊരുക, ഒറിജിനലാ സാറേന്ന് ബ്രസ്റ്റ് കാണിച്ചിട്ട് ഇത് ഒറിജിനലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. നമ്മളിങ്ങനെ അത്ഭുതകരമായി ഇരുന്നു പോയി. അത്രയും അവർക്ക് അതിനകത്ത് അവരുടെ എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലാതെ അനുഭവിക്കുന്നൊരു കാര്യമാണ് അവർക്ക് ബ്രസ്റ്റ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. ഇതങ്ങനല്ല, ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരുത്തിന് കിട്ടിയതാണ് കാണിക്കുന്നത്. ഇതാണ് അതിനകത്ത് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ താടി വരുന്ന പെണ്ണായിട്ടിരുന്നിട്ട് പുരുഷനാകുമ്പോൾ ആദ്യമായിട്ട് താടി കളിയും, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് താടി കളിച്ചിട്ട് ഈ കണ്ണാടിയുടെ മുന്നിലും പടമെടുക്കുന്നിടത്ത് മാറത്തില്ല. അതൊരു ചെറിയ ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു. എപ്പോഴും നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പം LGBTQ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നുള്ളത് അറിയണം. എന്നിട്ട് ക്യൂർ എന്നൊക്കെ പറയുന്നത് പ്ലസ് ഇട്ട് പറയുന്നത് വ്യത്യസ്തമായ വിഭാഗങ്ങളായിട്ട് ഈ പറയുന്ന നമ്മൾ ആണുമല്ല പെണ്ണുമല്ല എന്ന് നമ്മൾ പറയുന്നവരുടെ നടുവിൽ നിൽക്കുന്ന ഒരു വലിയ റേഞ്ചാണ്. അവരുടെ ഓരോ, അപ്പോൾ എല്ലാവരും എന്താണ്, ഇപ്പം നിങ്ങൾ സാരി എടുത്തിരിക്കുന്നത്, പക്ഷെ ചിലർക്ക് വേറെ വസ്ത്രമായിരിക്കും ഇഷ്ടം. അത് ഇടാനാണ് ഭയങ്കര കൊതിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഈ നാട്ടിലെങ്ങും ആ അത്തരത്തിലെ വേഷം ഇടാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഇടാൻ പറ്റുന്ന നാട്ടിൽ പോയി അത് ഇട്ട് നിൽക്കും. ഇതുപോലെ അത് മനസ്സിലാക്കിയാൽ മതി, അല്ല വേറെ ഒന്നുമല്ല. ഞാനൊരു സ്ത്രീയാണെന്ന് വിചാരിക്കുന്ന പുരുഷനും ഞാനൊരു പുരുഷനാണെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയുമായിരിക്കുന്ന ഒരു വിഭാഗം അവരിലുണ്ടാവും. അവർക്ക് മാത്രമാണ് ഈ ഓപ്പറേഷനൊക്കെ. അല്ലാതെ ഈ വരുന്ന എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെയാണെന്നൊന്നും തിരിച്ചിരിക്കരുത്. അത് ഇതുപോലെ നമ്മളിത് ആരും ഇതിനകത്തേക്ക് അതൊക്കെ നോക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാതെ എന്തോ അങ്ങ് ഈ പരസ്പരം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ആളിനും ഇപ്പോൾ ഒരാൾ സിനിമാ താരമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരതിനുവേണ്ടി മരിക്കത്തില്ലേ, പറഞ്ഞാൽ ഇങ്ങനെ എന്ത് വേണേലും ചെയ്യാനായിട്ട് തയ്യാറാകത്തില്ലേ? അവരവിടെ എത്തിച്ചേരുന്നത് എങ്ങനെ? രായും പകലും ഇല്ലാതെ ഉറക്കം ഒഴിഞ്ഞ് പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സായി ഡോക്ടറാകണമെന്ന് ആലോചിക്കുന്നവരെ പോലെ തന്നെയാണത്. ഞാൻ ഡോക്ടറാകണം എന്ന് തീരുമാനിക്കുന്ന ആളിന് പരീക്ഷ എഴുതിയിട്ട് ഒരു തവണ എഴുതിയിട്ട് ജയിച്ചില്ല, 2 തവണ എഴുതിയിട്ട് ജയിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഭ്രാന്തായ പോലെ അവർ ആകും, ഓരോ തവണയും ചെയ്യത്തില്ല. അത് എന്താണ്, സ്പോർട്സിനകത്ത് ഒന്നാം ആകണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? ബാക്കിയുള്ളവർ നീ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് രാവിലെ 4 മണിക്ക് എണ്ണീറ്റിട്ട് ഓട്ടം തുടങ്ങുന്നത്? നമ്മളിങ്ങനെ ആലോചിക്കത്തില്ല, ഇവനൊക്കെ വേറെ ഒരു പണിയില്ലെന്ന് ആലോചിക്കരുത്. ഇതേ കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പാഷനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് പോലെ തന്നെയാണ്
ഒരു ട്രാൻസ്ജെൻഡർ ആണാകണമെന്നോ പെണ്ണാകണമെന്നോ കൊതിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറുടെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ അവർ ഈ പെയിനൊന്നും അനുഭവിക്കുന്നതല്ല. ആ പെയിനൊക്കെ അവർ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ സ്ത്രീയായിട്ട് ജനിച്ച ഒരാൾ ഇതിനകത്ത് എന്താണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിട്ട് മാത്രമായിരിക്കും അവരനുഭവിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഷോക്ക് അടിച്ചാൽ നമ്മൾ ഫെമിനിസമൊക്കെ പഠിച്ച് സ്ത്രീകളുടെ ജീവിതത്തിനെ പറ്റിയുള്ള വിഷമങ്ങളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഈ എന്താണ് സംഗമയിൽ പോയി ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ഒരു വലിയൊരു സ്ത്രീ, കാരണം അവർ അന്ന് എനിക്ക് അറിഞ്ഞൂടെ ട്രാൻസ്ജെൻഡർ ആണെന്ന്. അപ്പോൾ അവർ പിന്നീട് നമുക്ക് മനസ്സിലായി അവരിങ്ങനെ ഓപ്പറേഷനൊക്കെ വിധേയമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, പുരുഷനെ. അപ്പോൾ വലിയൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ എന്നെക്കാളും വലുതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അവരും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന തടങ്കൽപ്പെട്ട അങ്ങനെ പുരുഷന്മാരെ പുറകെ, അപ്പോൾ ഇവള് സംസാരിക്കുമ്പോൾ പുരുഷന്മാരെ നമ്മൾ മുന്നേ നിർത്തി അവരെ പരിചരിക്കണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരും. നമ്മൾ തലപൊട്ടി പോയി. രണ്ട് പെണ്ണുങ്ങളിലെ ഏറ്റവും വലിയ പെണ്ണുങ്ങൾ അവരാ. പെണ്ണത്തം കൊണ്ട് സഹിക്കത്തില്ല അവൾ. ഇതുപോലാണ്. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അവർ പാഷനേറ്റായിട്ടാണ് ആ ആളുകൾ ഇരിക്കുന്നത്. അവരെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാതെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ മേടിക്കുന്നത് എന്തിനാടാ ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്ന് ചോദിക്കുന്നത് അതേ ചോദ്യമാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ ഈ ഗോൾഡ് മെഡലിന് ഒരു കാര്യമില്ല, ഇവൻ എന്തിനാണ് ഈ ഉറക്കം ഇതിന് പോയതെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഷോക്കായി പോകും നമുക്ക്. അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്, ഈ ആളുകൾ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. സിനിമാ താരമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ പോലെ. ചിലർ അവരുടെ സ്വപ്നങ്ങൾ പറയുമ്പോൾ നമുക്കും എന്തായി അത് തന്നെയാണ് സ്വപ്നങ്ങൾ പറയുന്ന ആളുകളുടെ അതേ സ്ഥലത്താണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ നമുക്കൊരു വിഷമമില്ലാതെ ഈ മനുഷ്യരെ മുഴുവൻ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അവരെന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ ജീവിക്കുന്നത്? അത് പ്രണയിക്കുന്ന ആൾക്കാർ മറ്റൊരു ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്ന കോപ്പരാട്ടി നമ്മൾ കാണുന്നതല്ലേ ഈ കോളേജുകളിൽ പോയാൽ പോരെ. അത് അത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയുള്ള മനുഷ്യരിലെല്ലാം നമുക്ക് അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഏതെങ്കിലും ചില കാര്യത്തിനകത്ത് പാഷനേറ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പാടാം. അതുപോലെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്തോ സവിശേഷമായി ലോകത്തൊന്നും ഇല്ലാത്ത ആരും വന്നൊന്നുമല്ല. പെണ്ണായി ഇരിക്കുകയും ആണിൻ്റെ ശരീരത്തിൽ കുടുങ്ങിപ്പോയതായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന പോയിന്റ് വരുമ്പോഴാണ് അത്രയും വരും. അതേസമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതിനെ ഒരു സ്പെക്ട്രം പോലെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം പെണ്ണത്വം ഇല്ലാത്തവർ അങ്ങനെ ആകുന്നില്ല. അവർക്ക് വല്ലപ്പോഴും ഒരു വേഷം ഒന്ന് ഇട്ടാലൊക്കെ മതി. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുന്നിലെ വേഷം കെട്ടി നിൽക്കുന്ന ഇഷ്ടം പോലെ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. പാൻസും ഒക്കെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ താടി ഒന്ന് കിളിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട്. അവർ കുറച്ച് പേരേ ഉള്ളൂ, അല്ല എല്ലാവരും അല്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ആർക്കെങ്കിലും ദ്രോഹം ഉണ്ടോ? കാര്യം ഒരാൾ ആണായാലും ഒരാൾ പെണ്ണായാലും ലോകത്താരെങ്കിലും ഈ ആറ്റം ബോംബ് ഇടാൻ നടക്കുന്നവരെക്കാളും മോശമാണ് സെയിനായ ഈ മനുഷ്യന്മാർ. ലോകത്ത് ഈ സെയിനായ മനുഷ്യരെ കൊല്ലുന്നതും ദ്രോഹിക്കുന്നതും പോലെ ലോകത്ത് ആരുമില്ല. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ മോറൽ എന്ന് പറയുന്നവർ ദ്രോഹിച്ചത്രേ. ഈ സ്ത്രീകളെ മുഴുവൻ കത്തിച്ചത് വേറെ ആരാ? ഈ ജോൺ ഓഫ് ആർക്കിനെയോ അല്ലെന്നുണ്ടെങ്കിൽ മദർ തെരേസ, ഈ ഇപ്പോഴത്തെ മദർ തെരേസ അല്ല, ആവിലയിലെ മദർ തെരേസയോ അല്ലെങ്കിൽ സെയിൻറ്റ് ജോണിനെയോ ഒക്കെ ഉപദ്രവിച്ചിട്ടുള്ള ഈ മോറൽ ആളുകളുണ്ട്. അവരെല്ലാം പിന്നെ ഇപ്പോൾ സെയിൻറ്റുകളുമാണ്, ഈ ചത്തമാരല്ല. മൊറാലിറ്റി പറ്റി സംസാരിക്കുന്ന ഒരു ജഡ്ജസ് ആവുന്നല്ലേ. അവരാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പരദ്രോഹികളായവരാണ് ഈ സാനിറ്റി ഉള്ളവരും നോർമൽ എന്ന് പറയുന്നവരും. അത്രയും നമ്മൾ അറിയണം. ലോകം മുഴുവനും നടന്ന് ദ്രോഹിക്കുന്നവരാണ്. എല്ലാ ആളുകളെയും കീഴടക്കാനും മറ്റുള്ള ചവിട്ടി തേക്കാനുള്ള ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നോർമലായ ആളുകൾ. ഞാൻ നോർമലാണെന്ന് ഒരുത്തം പറയുന്നുണ്ടോ പേടിച്ചോണം. അവരാണ് ജഡ്ജ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. അപ്പം അവർ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്ന പോലെ ആരും ചെയ്യപ്പെടുന്നില്ല. അവർ ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അവരിന്ന് ഞാൻ ട്രാൻസ്ജെൻഡറാണ്. പണ്ടാണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ യുക്തിക്കകത്ത് പോകത്തേ ഉള്ളായിരുന്നു.
ഇപ്പോൾ അങ്ങനെയല്ല, അവരത് ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഈ നോർമൽ എന്ന് പറയുന്ന ആളുകളാണ്. ഞാൻ നോർമലാണ്, മറ്റുള്ളവരെ ചവിട്ടി തേക്കണമെന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഇവൻ നോർമൽ ആവുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ ഇടപെടേണ്ട ആവശ്യം എന്താണല്ലേ? എന്ത് കാര്യമാണ്? ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ? വ്യത്യസ്തരായ ആൾക്കാർ ലോകത്തുണ്ടെന്നുള്ളതല്ലാതെ എന്താണ് പ്രശ്നം? നമ്മൾ അത് മാത്രം നോക്കിയാൽ പോരെ. വേറൊരാൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതിനകത്തോ നമ്മൾ പറയുന്നതിനകത്തോ എഴുതുന്നതിനകത്തോ ഉണ്ടെങ്കിൽ മനസ്സിലാകാം. എന്നെപ്പോലെ അല്ലാത്തവരെല്ലാം വേർക്കണം. അതാണ് റേസിസം എന്ന് പറയുന്ന സാധനമാണ് ഈ ഇവന്മാരുടെ നോർമൽസി എന്ന് പറയുന്നത്. ഞാനതുകൊണ്ടേ പറഞ്ഞത് നോർമൽ എന്ന് പറയുന്നത് റേസിസ്റ്റുകൾ തന്നെയായിരിക്കും. ഞാൻ നോർമൽ, ഐ ആം എ നോർമൽ മാൻ എന്ന് പറഞ്ഞോ പേടിച്ചോണം അവനെ. സ്ക്രൂട്ടനൈസ് ചെയ്യാനിരിക്കുന്ന മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം കുറച്ച് അബ്നോർമലായിട്ട് കഴിയുന്നത് തന്നെയാണ് ലോകത്ത് നല്ലത്. അപ്പം ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എനിക്കിപ്പം ഹ്യൂമാനിറ്റിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കുക, ഇതെല്ലാം ഹ്യൂമാനിറ്റിയുടെ അണ്ടറിൽ വരുന്ന ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒന്നായിരുന്ന പ്രപഞ്ചം പലതിലേക്കാണ് പോയിട്ടുള്ളത്. ഒരു ജീവനെ നമുക്ക് അറിവിലെ ലോകത്ത് പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള, ഭൂമിയിലുണ്ടായിട്ടുള്ള ഒറ്റ ജീവനുണ്ടായത് നമുക്കറിയൂ. ആ ജീവനാണ് നിലനിൽക്കാൻ വേണ്ടി പലതായത്. പലതിലേക്ക് പോകുന്ന വൈവിധ്യമാണ് പ്രപഞ്ചത്തിനകത്തെ കീ. ഒന്നായിരുന്നു പലതായിരിക്കും. നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മൂക്കിൽ നിന്ന് വ്യത്യസ്തമാണെന്നറിയണം, ചെവി നിങ്ങളുടെ വ്യത്യാസമാണ്. ഇങ്ങനെ വ്യത്യസ്തതകൾ ഒന്നിച്ച് നിൽക്കാനുള്ള കഴിവുള്ള ഒരു പ്രപഞ്ചമാണുള്ളത്. വ്യത്യാസങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ. ഒരാളെപ്പോലെ ഒരാളില്ലെന്നറിയണം. ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കൂടെ ചേർന്നതാണ് ജീവനെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ ഒരുപാടും ഇല്ലാതെ എല്ലാവരെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ശരി.